ഹായ്. ഞാൻ ഈ ചാനലിൽ ഇതിനു മുമ്പും ഒരു സ്ട്രെച്ചിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തവണ ഒരു സ്ട്രെച്ചിങ് വീഡിയോ ചെയ്യുമ്പോൾ ഒരു 60ഓ 65ഓ വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചുകൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ചെയ്യണ സ്ട്രെച്ചുകൾ നിങ്ങൾക്ക് ഇരുന്നോ നിന്നോ ചെയ്യാം. നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇരുന്നും ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഫുൾ ബോഡി സ്ട്രെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഏകദേശം 10ഓളം സ്ട്രെച്ചുകൾ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ദിവസത്തിൽ 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെച്ചുകൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഡെയിലി സ്ട്രെച്ചിങ് റുട്ടീൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്ട്രെച്ചിങ് റുട്ടീൻ ഫോളോ ചെയ്യാം. അപ്പോൾ പ്ലീസ് വാച്ച്. നമ്മൾ ആദ്യം ചെയ്യണ മൂവ്മെന്റിനെ ഷോൾഡർ റോൾസ് എന്ന് പറയും. ബേസിക്കലി ഒരു സിമ്പിൾ സ്ട്രെച്ച് ആണ്. അങ്ങനെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മുടെ ഷോൾഡറിനെ ഇപ്പൊ ഞാൻ ചെയ്യണ പോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാ, ഇവിടം വരെ എത്തിക്കുക, ബാക്കിലേക്ക് കൊണ്ടുപോവാം. ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാ, ഇവിടം വരെ എത്തിക്കുക, ബാക്കിലേക്ക് കൊണ്ടുപോവാം. ഇത് 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. നമ്മൾ 1 മിനിറ്റ് ആണ് ഇത് ചെയ്യാൻ പോണത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്ന് ഇതൊരു 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഇവിടെ ഈ ഷോൾഡർ മസിൽസിന്റെ പുറകിലൊക്കെ ട്രാംസ് മസിലിന്റെ ഒക്കെ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കഴുത്തിനുള്ള ഒരു സ്ട്രെച്ച് ആണ്, നെക്ക് സ്ട്രെച്ച് ആണ്. ഈ സ്ട്രെച്ചും ഒരു സിമ്പിൾ സ്ട്രെച്ച് ആണ്. ബേസിക് ചെയ്യാനുള്ളത് നമ്മുടെ ചെവിനെ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യുക, ചരിക്കുക. ഒരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പയ്യെ റിലാക്സ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് ചരിക്കുക. ഒരു 3-4 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക. ഇപ്പുറത്തേക്ക് ചരിക്കുക. ഇവിടെ നമുക്ക് ആ സ്ട്രെച്ച് ഫീൽ ചെയ്യാൻ പറ്റും. ഈ സ്ട്രെച്ച് ഫീൽ ചെയ്യുക, അവിടം വരെ ചരിക്കുക. ആ കംഫർട്ട് ആയിട്ടുള്ള പൊസിഷൻ വരെ ചരിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഫോഴ്സ് ചെയ്ത് ഒരുപാട് ചരിക്കാൻ നിൽക്കരുത്. ഇത് ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഈ സ്ട്രെച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് മുമ്പുള്ള സ്ട്രെച്ചും ഈ സ്ട്രെച്ചും ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും നിങ്ങൾക്ക് പ്രായമുള്ള ഒരാളാണ് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിന്ന് തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പൊ ഞാൻ ഈ ചെയ്ത് 2 സ്ട്രെച്ചും ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചുകളാണ്. ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ആ സ്ട്രെച്ച് ഫീൽ ചെയ്യണ വരെ ചെയ്യാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോണ സ്ട്രെച്ചിനെ ചെസ്റ്റ് ഓപ്പണർ എന്ന് പറയും. സിമ്പിൾ ആണ്. നമ്മുടെ ബോഡിയുടെ പുറകില് കൈകൾ രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. അതിനുശേഷം നമ്മുടെ ചെസ്റ്റിന്റെ മസിൽസ് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഒരു സിമ്പിൾ സ്ട്രെച്ച് ആണ്. ഈ ഒരു പൊസിഷനിൽ ഒരു 45 സെക്കൻഡോ 1 മിനിറ്റോ വരെ ഹോൾഡ് ചെയ്ത് നിൽക്കാം. ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നമ്മുടെ ചെസ്റ്റ് മസിൽസിന്റെ ടെൻഷൻ കുറയ്ക്കാനും മൊബിലിറ്റി കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കൈകൾ ഇങ്ങനെ ബാക്കിൽ ഹോൾഡ് ചെയ്യുക, ചെസ്റ്റ് വിരിച്ചു പിടിക്കുക, 1 മിനിറ്റ് ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. ഒരു സിമ്പിൾ സ്ട്രെച്ച് ആണ്. ഒരുപാട് സ്ട്രെച്ച് ചെയ്ത് ഒരു വേദന എടുക്കുന്ന പോയിന്റിലേക്ക് ഒന്നും പോകണ്ട. കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ചെയ്ത് ഈ ചെസ്റ്റിന്റെ മസിലുകൾ സ്ട്രെച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന എക്സസൈസിനെ ആം റീച്ചസ് എന്ന് പറയും. ബേസിക്കലി സിമ്പിൾ ആണ്. നമ്മുടെ കൈകൾ നീട്ടി വെക്കുക, നമ്മുടെ കാലിന്റെ അറ്റത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മുട്ട് വളയ്ക്കാതെ. പക്ഷെ നിങ്ങളുടെ പ്രായം അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ മുട്ട് വളയ്ക്കാം. നിങ്ങളുടെ കൈ ഇവിടം വരെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും ചെയ്യാം. ഇത് മുട്ട് വളയ്ക്കാതെ ഫുള്ളായിട്ട് ഇവിടെ വരെ എത്താന്നുള്ളത് ചിലപ്പോൾ ഒരു 60ഓ 65നോ മുകളിലുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുട്ട് ബെൻഡ് ചെയ്തോ നിങ്ങളുടെ കൈക്ക് എത്ര വരെ റീച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ റീച്ച് ചെയ്താൽ മതി. ഒരുപാട് പ്രഷർ എടുത്ത് ബുദ്ധിമുട്ടി ചെയ്യണ്ട. പിന്നെ ബ്രീത്തിങ് ശ്രദ്ധിക്കുക. കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ചെയ്ത് ഡീപ്പായിട്ട് അകത്തേക്കും പുറത്തേക്കും ബ്രീത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ഞാനിതിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ആംഗിൾ കൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇത് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റണത്രയും റേഞ്ചിൽ ചെയ്താൽ മതി. ഒരുപാട് പ്രഷർ ഇട്ട് സ്ട്രെച്ച് ചെയ്ത് ആ പെയിൻ പോയിന്റിലേക്ക് എത്തിക്കേണ്ട. നമ്മൾ അടുത്തത് ചെയ്യാൻ പോണ സ്ട്രെച്ചിനെ നീ ടു ചെസ്റ്റ് ലിഫ്റ്റ് എന്ന് പറയും. അതായത് നമ്മുടെ മുട്ടിനെ നമ്മുടെ നെഞ്ചോട് അടുപ്പിച്ച് പിടിച്ച് കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് സ്ട്രെച്ച്. ഇതൊരു ഈസി സ്ട്രെച്ച് ആണ്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ സ്ട്രെച്ചുകളും നിങ്ങൾക്ക് ഒരു കസേരയിൽ ഇരുന്നോ നിലത്തിരുന്നോ ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രായ ഒരാളാണെങ്കിൽ നിന്ന് കഷ്ടപ്പെടണമെന്നില്ല. ഈ സ്ട്രെച്ചും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇരിക്കണ പോലെ ഇതുപോലൊരു കസേര കണ്ടുപിടിക്കുക, നമ്മുടെ കാലെടുക്കുക, ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇങ്ങനെ ഒരു കാല് ഒരു 45 സെക്കൻഡോ 1 മിനിറ്റോ 30 സെക്കൻഡോ നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതനുസരിച്ച് അത്രയും നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമ്മുടെ ബോഡിയോട് ക്ലോസ് ചെയ്ത് ചെസ്റ്റിനോട് ക്ലോസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഹിപ്പിന്റെ മൊബിലിറ്റി അതുപോലെ തന്നെ നമ്മുടെ ബാക്കിന്റെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഈ കാര്യം നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ ചെയ്യാൻ പറ്റണുണ്ടെങ്കിൽ അതൊരു 1 മിനിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ കാല് സ്വിച്ച് ചെയ്ത് അടുത്ത കാലും അതുപോലെ തന്നെ 30 സെക്കൻഡോ 1 മിനിറ്റോ ചെയ്യാം. നിങ്ങൾക്ക് നിന്ന് ചെയ്യാൻ ചിലപ്പോ പ്രായമുണ്ടെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കണം എന്നല്ല, പ്രായമുള്ളപ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇത് ഇരുന്ന് ചെയ്താൽ മതി. ഇതിനു മുമ്പുള്ള സ്ട്രെച്ചുകളും ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചുകളാണ്. ഇങ്ങനെ ഒരു കസേര മാത്രം മതി. ഇതും ഹോൾഡ് ചെയ്യുക, ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പുറത്തെ കാലം എത്ര നേരം ഹോൾഡ് ചെയ്തോ അത്രയും സമയം തന്നെ ഈ കാലും ഹോൾഡ് ചെയ്യുക. ഞാനിപ്പോ ചെയ്യാൻ പോണ സ്ട്രെച്ചിനെ സീറ്റഡ് കാറ്റ് കൗ പോസ് എന്ന് പറയും. നമ്മുടെ സ്പൈനിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും മൊബിലിറ്റി കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിന്റെ സ്ട്രെയിൻ കുറയ്ക്കാനും ബാക്ക് വശത്തിന്റെ സ്ട്രെയിൻ കുറയ്ക്കാനൊക്കെ ഈ ഒരു സ്ട്രെച്ച് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു കസേരയിൽ ഇരിക്കുക, ചാരി ഇരിക്കേണ്ട കാര്യമില്ല. കുറച്ച് കയറി ഫ്രണ്ടിലേക്ക് നമ്മുടെ ബാക്ക് കസേരയിൽ മുട്ടാത്ത പോലെ ഇരിക്കുക. വളരെ പതിയെ നടു ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നടു പുറത്തേക്ക് വളയ്ക്കുക, ഉള്ളിലേക്ക് വളയ്ക്കുക, പുറത്തേക്ക് വളയ്ക്കുക. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്താൽ മതി. ഒരുപാട് സ്ട്രെയിൻ ഇട്ട് ഒരു പൊസിഷനിൽ നിന്ന് അടുത്തതിലേക്ക് ചാടി ചാടി ചെയ്യണ്ട. ഈസി ആയിട്ട് സമയം എടുത്ത് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്ത് പയ്യെ ആ നടുവിന്റെ സ്ട്രെച്ച് ഫീൽ ചെയ്ത് ചെയ്താൽ മതി. ഇതൊരു 1 മിനിറ്റോ ഒരു 40 സെക്കൻഡൊക്കെ വരെ നിങ്ങൾക്ക് ചെയ്യാം. അകത്തേക്ക് ബെൻഡ് ചെയ്യുക, പുറത്തേക്ക് ബെൻഡ് ചെയ്യുക. ഞാനിപ്പോ ചെയ്യാൻ പോണ സ്ട്രെച്ചിനെ സീറ്റഡ് ട്വിസ്റ്റ് എന്ന് പറയും. ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിന്റെ സ്ട്രെയിൻ കുറയ്ക്കാനും സ്പൈനിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ഷോൾഡർ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു സിമ്പിൾ സ്ട്രെച്ച് ആണ്. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു കസേരയിൽ ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഏത് സൈഡിലേക്കാണോ ട്വിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേ, തിരിയാൻ ഉദ്ദേശിക്കണേ, ആ കൈ എടുത്ത് ഈ കസേരയുടെ പുറകിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഒരു കൈ നമ്മുടെ തൊടയിലും ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബോഡി ഈ കൈ ഇരിക്കുന്ന സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡോ 45 സെക്കൻഡോ വരെ ഹോൾഡ് ചെയ്യാം. ഒരുപാട് പ്രഷർ കൊടുത്ത് ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യരുത്. ഒരു കംഫർട്ട് സ്റ്റേറ്റിൽ നിന്ന് റിലാക്സ് ചെയ്ത് ആ മസിലുകളുടെ സ്ട്രെച്ച് ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ കൈയിലും ഒരു പരിധി വരെ പ്രഷർ കൊടുത്താലേ നമുക്ക് ആ സ്ട്രെച്ച് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡോ ഒരു 45 സെക്കൻഡോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് സ്വിച്ച് ചെയ്യാം. അതായത് ഇപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ ആ സൈഡ് ഒരു 30 സെക്കൻഡോ 45 സെക്കൻഡോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ കൈ ഇവിടെ ഹോൾഡ് ചെയ്യുക, ഇവിടെ ഒരു കൈ വെക്കുക, ബോഡി ട്വിസ്റ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ആദ്യം ചെയ്ത സൈഡിൽ എത്ര നേരമാണോ ചെയ്തത്
അതേ സമയം തന്നെ ഇപ്പുറത്തും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ സൈഡ് 1 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് 1 മിനിറ്റ് ചെയ്യുക. 30 സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡും 30 സെക്കൻഡ് ചെയ്യാം. ഒരു സിമ്പിൾ സ്ട്രെച്ച് ആണ്. നിങ്ങൾക്ക് ഒരു കസേരയിൽ ഇരുന്ന് നിങ്ങളുടെ ബാക്ക് സുഖമായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഈ സ്ട്രെച്ചിങ് റുട്ടീന്റെ അവസാനം റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാനായിട്ട് മറക്കരുത്. ലാസ്റ്റ് 1 മിനിറ്റ് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ചെയ്ത സ്ട്രെച്ചുകളെല്ലാം നിങ്ങൾക്ക് ഇരുന്നോ നിന്നോ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ സൗകര്യം, നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് ചെയ്യാം, നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്ന് ചെയ്യാം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബ്രീത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡി എന്ന് പറയുന്ന പോലെ അതിനെ ലിസൺ ചെയ്യുക. ഒരുപാട് ബോഡീനെ പുഷ് ചെയ്ത് ആ വേദന എത്തണ ഒരു ലിമിറ്റിലേക്ക് സ്ട്രെച്ച് ചെയ്യാതെ കംഫർട്ടായിട്ട് റിലാക്സ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേരൻസോ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അവർക്കൊരു ഡെയിലി സ്ട്രെച്ചിങ് റുട്ടീനായിട്ട് ഇത് ഫോളോ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ.